ഹോളോകോസ്റ്റ് സമയത്ത് ഹംഗേറിയൻ ജൂത പത്രപ്രവർത്തകനും ബുഡാപെസ്റ്റിലെ സയനിസ്റ്റ് എയ്ഡ് ആൻഡ് റെസ്ക്യൂ കമ്മിറ്റിയുടെ നേതാവുമായ റെസ്സോ കാസ്റ്റ്നർ സംഘടിപ്പിച്ച നാടകീയവും വിവാദപരവുമായ രക്ഷാപ്രവർത്തനമായിരുന്നു കാസ്റ്റ്നർ ട്രെയിൻ. 1944 നാസി ജർമ്മനി ഹംഗറി പിടിച്ചടക്കുകയും ഓഷ്വിറ്റ്സിലേക്ക് ജൂതന്മാരെ നാടുകടത്തുന്നത് വേഗത്തിലാക്കുകയും ചെയ്തപ്പോൾ നാടുകടത്തലിന്റെ ചുമതലയുള്ള SS ഓഫീസർ അഡോൾഫ് എക്മാനുമായി കാസ്റ്റ്നർ ചർച്ചകളിൽ ഏർപ്പെട്ടു. ജീവൻ രക്ഷിക്കാനുള്ള തീവ്രശ്രമത്തിൽ കാസ്റ്റ്നറും കൂട്ടാളികളും നാസികളുമായി ഒരു കരാർ ഒപ്പിട്ടു. സ്വർണം, പണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയ്ക്ക് പകരമായി 1684 ജൂതന്മാരുടെ ഒരു തിരഞ്ഞെടുത്ത സംഘത്തെ നിഷ്പക്ഷ സ്വിറ്റ്സർലൻഡിലേക്ക് രക്ഷപ്പെടാൻ അനുവദിക്കും. ഈ സംഘത്തിൽ സമ്പന്നരായ വ്യക്തികൾ, സയനിസ്റ്റ് നേതാക്കൾ, ബുദ്ധിജീവികൾ, റബ്ബികൾ, സാധാരണ കുടുംബങ്ങൾ എന്നിവരടങ്ങുന്ന ഒരു കൂട്ടം ഉൾപ്പെടുന്നു. 1944 ജൂൺ 30 ട്രെയിൻ ബുഡാപെസ്റ്റിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ നേരെ സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നതിനു പകരം ജർമ്മനിയിലെ ബെർഗൻ-ബെൽസൺ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് തിരിച്ചുവിട്ടു. അവിടെ യാത്രക്കാരെ മാസങ്ങളോളം തടഞ്ഞുവച്ചു. കൂടുതൽ ചർച്ചകൾക്കും നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും ശേഷം നാസികൾ ഒടുവിൽ അവരെ യാത്ര തുടരാൻ അനുവദിച്ചു. 1944 ഡിസംബറോടെ അതിജീവിച്ചവർ സ്വിറ്റ്സർലൻഡിൽ സുരക്ഷിതരായി എത്തി. ഹോളോകോസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും ചർച്ചാവിഷയമായ വശങ്ങളിലൊന്നാണ് കാസ്റ്റ്നർ ട്രെയിൻ. അസാധ്യമായ സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിച്ച ഒരു നായകനായി ചിലർ കാസ്റ്റ്നറെ കാണുമ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തെ ധാർമ്മിക വിട്ടുവീഴ്ചയ്ക്ക് കുറ്റപ്പെടുത്തുന്നു. ലക്ഷക്കണക്കിന് ഹംഗേറിയൻ ജൂതന്മാർ ഓഷ്വിറ്റ്സിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം ചില വ്യക്തികൾക്ക് മുൻഗണന നൽകിയെന്ന് വാദിക്കുന്നു. 1957 കാസ്റ്റ്നറെ രാജ്യദ്രോഹിയായി കണ്ട തീവ്രവാദികൾ കൊലപ്പെടുത്തി. കാലക്രമേണ ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പുനർവിചിന്തനം ചെയ്തു. അദ്ദേഹത്തിന്റെ ചർച്ചകളുടെ സങ്കീർണത തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ട്രെയിനിലുള്ളവരെക്കാൾ കൂടുതൽ ജീവൻ രക്ഷിച്ചിരിക്കാമെന്ന് സമ്മതിച്ചു.